പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് നമുക്ക് തെങ്ങുമ്മ കയറുന്ന ഒരു മെഷീനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിലേക്ക് കുറേ ഓലകൾ ഒക്കെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തെങ്ങുമ്മ കയറുന്ന മെഷീന് നമ്മളെ ഫ്രണ്ട് സാദിഖ് ഭായിൻ്റെ അടുത്തുണ്ടായിരുന്നു. മൂപ്പരെ ഫ്രണ്ട്സിൻ്റെ ആരവാണ്. അപ്പോൾ സാദിഖ് ഭായി അത് കൊണ്ടുവന്നു. അപ്പോൾ മൂപ്പര് കയറുന്നതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു തെങ്ങിൻ്റെ മുകളിൽ അതെങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു തന്നു. എന്നിട്ട് അദ്ദേഹം തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്ന കാഴ്ചകളാണ്. ഈ ഓലകൾ കണ്ടില്ലേ, തൂങ്ങിക്കിടക്കുന്ന ഓലകൾ. ഈ ഓലകളാണ് നമുക്ക് ഷട്ടിൽ കളിക്കുമ്പോൾ തടസ്സമായി വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഓണറുടെ സമ്മതത്തോടു കൂടി ആ ഓലകൾ താഴേക്കാക്കുക. അതുപോലെ തന്നെ കുടിക്കാനുള്ള കുറച്ച് 2-3 ഇളനികൾ തള്ളി ഇടുക. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ലക്ഷ്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നത്, എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറാൻ നമുക്കും പറ്റുമോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സാദിഖ് ഭായി നമ്മുടെ ഗുരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറി തേങ്ങ താഴെ ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടിൻ്റെ താഴ്ന്നു നിൽക്കുന്ന ഓലകളൊക്കെ ഒരു തെങ്ങിൻ്റെ മുകളിലുള്ളതൊക്കെ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തെങ്ങിൻ്റെ മുകളിലുള്ള ഓലകളാണ് ഗ്രൗണ്ടിലേക്ക് താഴ്ന്ന് നിൽക്കുന്നത്, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അദ്ദേഹം വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തേങ്ങ വലിച്ചു കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വലിച്ച തേങ്ങകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇളനിയാണ് വലിക്കുന്നതെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയ തന്നെ നമുക്ക് അറിയാൻ കഴിയണം ഇത് തേങ്ങയാണോ ഇളനിയാണോ. അപ്പോൾ അത് ഒന്ന് എടുത്ത് നോക്കിയിട്ട് അത് കുലുക്കി നോക്കുക, തട്ട് നോക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തേങ്ങ വലിക്കുകയാണെങ്കിൽ ഇളനിയാവാതെ തേങ്ങ ഒരു കൊലയിൽ ഒരു തേങ്ങ വന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കി മുഴുവനും തേങ്ങ തന്നെ ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊണ്ടുപോകുന്ന അരിവാൾ അല്ലെങ്കിൽ കൊടുവാൾ നല്ല മൂർച്ചയുള്ളതായിരിക്കണം. ഒരൊറ്റ വെട്ടിന് ഓല അല്ലെങ്കിൽ തേങ്ങേൻ്റെ കൊലകൾ ഇതൊക്കെ നമുക്ക് താഴേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിൽ കയറിയിട്ട് മൂർച്ചയില്ലാത്ത കൊടുവാളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ സാദിഖ് ഭായി തേങ്ങ വലിച്ച് ഇറങ്ങി. അതിന് ശേഷം ഞാൻ ഒന്ന് കയറി നോക്കുകയാണ്. തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ഈ തെങ്ങെന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള തെങ്ങൊന്നുമല്ല, അധികം ഉയരമില്ലാത്തൊരു തെങ്ങായതുകൊണ്ട് നമുക്കും മാനസികമായിട്ടൊരു ധൈര്യമുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപ്രകാരം തെങ്ങിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓല ഓൾറെഡി നമ്മൾ കയറുന്നതിന് തടസ്സമായതുകൊണ്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിൽ കയറാതെ അത് വെട്ടാനും കഴിയില്ല. അതുപകരം ഓലയുടെ തെങ്ങിൻ്റെ മുകളിൽ കയറി. ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരിചയം ഇല്ലാത്തവരെ നമ്മളെപ്പോലുള്ളവരൊക്കെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ എടുക്കണം. ഇതിൻ്റെ മുകളിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അരക്കെന്തെങ്കിലും കെട്ടിടുക, ആ രീതിയിൽ നമുക്ക് സേഫാകുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഇത് പരിശീലിക്കാൻ പാടുള്ളൂ. അതുപോലെ നമുക്ക് താഴെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനൊക്കെ ആളുകൾ നോക്കണം. ഓക്കെ.